ഗൈസ് ഇന്നലെ മുതൽ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഒരു ഹെഡ് കോച്ച് എന്ന പദവിയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ശക്തമായിട്ട് വരുന്നുണ്ട്. അപ്പം അതിൽ വരാൻ സാധ്യതയുള്ള അയക്കാൻ സാധ്യതയുള്ള ആളുകൾ അല്ലെങ്കിൽ ടോപ്പ് കാൻഡിഡേറ്റ് ആയിട്ട് വരുന്ന ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള പല പേരുകളും കേൾക്കാനും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഇതിൽ ഒരു ടോപ്പ് 10 കാൻഡിഡേറ്റ്സ് എന്ന നിലയിൽ വിലയിരുത്തപ്പെടുന്ന എന്നാൽ ഇവരുടെ സാധ്യതകൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു പേര് ഖാലിദ് ജമീലാണ്. അദ്ദേഹം ഇന്ത്യൻ പരിശീലകനാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അദ്ദേഹത്തിനൊക്കെ ഒരു പ്രിഫറൻസ് കൊടുക്കണം ഇനി ഒരു ഇന്ത്യൻ കോച്ചിന് എന്നുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകളില്ല എന്നുള്ളതാണ്. ഒരു വിദേശ കോച്ചിനെ തന്നെ ഒരു ഏഷ്യൻ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു കോച്ചിനെ തന്നെ കൊണ്ടുവരാനുള്ള സാധ്യതകളിലാണ് പോകുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഫെഡറേഷനും ഒക്കെ ആയിട്ട് ഈ പറഞ്ഞ ഖാലിദ് ജമീലിനും ഇവൻ റൺഡീർ സിംഗിന് പോലും എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു. അതറിയത്തില്ല എന്താണ് കൃത്യമായിട്ടുള്ളതെന്ന്. ഞാൻ കേട്ടതാണ്. അപ്പം അതിനുള്ളൊരു സാധ്യത എന്താണെങ്കിലും നിലവിൽ ഇല്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തൊരു പേര് ഓവൻ ഗോയലാണ്. പക്ഷേ ഓവൻ ഗോയലിൻ്റെ ഒരു സാധ്യത എനിക്ക് അറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുള്ളതിന് ഓൾറെഡി ഇപ്പം ചെന്നൈയിൻ FC നമ്മൾ വീഡിയോസിലൊക്കെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇപ്പം ഫോറിൻ റിക്രൂട്ട്സ് ആണെങ്കിലും ഇന്ത്യൻ റിക്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ നടത്തുന്ന കാര്യത്തിൽ കൃത്യമായിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അതിൻ്റെ ആ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയിട്ട് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നാഷണൽ ടീമിൻ്റെ കോച്ചാണെങ്കിൽ കൂടി ഒരു റെപ്യൂട്ടഡ് പൊസിഷൻ ആണെങ്കിൽ കൂടി പോകുമോ എന്നുള്ളത് ഐ എം ഡൗട്ട്ഫുൾ. പക്ഷേ ഓവൻ ഗോയലാണെങ്കിലും ഒരു നല്ല ചൂസ് ആയിരിക്കും അല്ലെങ്കിൽ നല്ലൊരു തിരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി കേൾക്കുന്ന രണ്ട് പേരുകൾ അതിന് വലിയ സാധ്യതകളില്ല എന്നുള്ളതാണ് ഈ രണ്ട് പേരുകളെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഒന്ന് മാർക്കോ പെസിയോളി എന്ന് പറഞ്ഞിട്ടുള്ള പരിശീലകൻ. അദ്ദേഹം മുമ്പ് PFCയുടെ ഒക്കെ പരിശീലനമായിട്ടുണ്ടായിരുന്നു. ആദ്യ ഫേസിൽ അത്ര സക്സസ് ആയില്ലെങ്കിലും സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം നന്നായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഇപ്പോൾ അദ്ദേഹം ഒരു ജർമ്മൻ പരിശീലകനാണ്. ഇപ്പം നിലവിൽ ഗാലറ്റാസറായ് പോലുള്ള ഒരു ടോപ്പ് യൂറോപ്യൻ ക്ലബ്ബിലാണ് അദ്ദേഹം ഒരു ടെക്നിക്കൽ ഡയറക്ടർ എന്ന നിലയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം ജർമ്മനിയിലൊക്കെ തന്നെയാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. റാൽഫ് റാഡ്നിക്കിൻ്റെ ഒക്കെ അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതും കൂടുതലും പലയിടത്തും അദ്ദേഹം കോച്ച് എന്നതിലുപരി പല വ്യത്യസ്ത റോളിൽ ഇപ്പോൾ TD ST ഒക്കെ പോലെ അല്ലെങ്കിൽ മറ്റു പല റോളുകളിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഈ പറയുന്നത് പോലെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ നാഷണൽ ടീം പോലെയുള്ള ഇതാണ്. ഇനി ഇന്ത്യയിലാണെങ്കിൽ ഒരു വർഷമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ പ്രധാനമായിട്ട് എല്ലാവരും ഇവർ ജർമ്മൻ കോച്ച് ആകുമ്പോഴത്തേക്കും പൊതുവെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോച്ചാണ് എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ പൊതുവെ. അപ്പം അതൊക്കെ വെച്ചായിരിക്കണം ഇങ്ങനെ ഒരു കാൻഡിഡേറ്റിൻ്റെ പേര് വരാനുള്ളൊരു ഫാക്ടർ. ഐ ഡോണ്ട് തിങ്ക് സോ എന്നുള്ളതാണ് എനിക്ക് പറയാൻ ഇപ്പോൾ തോന്നുന്നത്. അടുത്തത് ബർഗറ്റീസ് ആണ്. അദ്ദേഹം പഞ്ചാബ് എഫ്സിയുടെ കഴിഞ്ഞ സീസണിലൊക്കെ പരിശീലനമായിരുന്നു. പഞ്ചാബ് എഫ്സിക്ക് ഒപ്പം I-ലീഗ് വിൻ ചെയ്തു അവരെ പ്രൊമോട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളൊരു കോച്ചാണ്. അദ്ദേഹം ഒരു ഗ്രീസ് പരിശീലകനാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഒരു നീണ്ട കാലയളവൊന്നും ഇന്ത്യയിലൊരു എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ ഏഷ്യൻ ഫുട്ബോളിൽ അങ്ങനെ കാര്യമായിട്ടുള്ള എക്സ്പീരിയൻസ് പറയാനില്ല. പിന്നെ ഒരു വലിയൊരു ലോങ് കോച്ചിങ് കരിയറും ഇല്ല. സോ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെയൊക്കെയുള്ളൊരു സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും ഡൗട്ട്ഫുൾ ആണ്. ഇനി ഉയർന്നു കേൾക്കുന്ന രണ്ട് മറ്റു പേരുകളിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് സൈമൺ ഗ്രേസൺ ആണ്. സൈമൺ ഗ്രേസൺ നമുക്കറിയാം. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പരിശീലനമാണ്. അദ്ദേഹം ഇപ്പോൾ BFCയിലൊക്കെ വർക്ക് ചെയ്തിരുന്നു 2 വർഷം. അതിൽ 3 ഫൈനൽസൊക്കെ എത്തി ടൂർണമെൻറ്റ് കപ്പൊക്കെ വിൻ ചെയ്തു. അദ്ദേഹം ഇപ്പം പ്രമുഖ ക്ലബ്ബുകൾ ഇപ്പം നോക്കുകയാണെങ്കിൽ ലീഡ്സ്, സണ്ടർലാൻഡ്, ബ്ലാക്ക്പൂൾ പോലെയുള്ള ക്ലബ്ബുകളൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ വളരെ ഒരു ഇഷ്ടപ്പെട്ടൊരു കോച്ചായിട്ടൊന്നും ഇന്ത്യൻ ആരാധകരുടെ മാറിയിട്ടില്ല എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ഇങ്ങനെ ഒരു നാഷണൽ ടീം ഡ്യൂട്ടിയൊക്കെ എടുത്തിട്ടത് എങ്ങനെയായി വരും എന്നുള്ളത് അറിയില്ല. ഒരു ടഫ് കോൾ ആയിരിക്കും അത് എടുത്തു കഴിഞ്ഞാൽ. അടുത്ത പേര് സെർജിയോ ലൊബേറ. ഒരുപാട് ആളുകൾ പറയുന്നൊരു പേരാണ്. പിന്നെ വളരെ ഫണ്ണി ആയിട്ട് പലരും പറയുന്നുണ്ട് ലൊബേറയെ കോച്ചായിട്ട് എടുത്തു കഴിഞ്ഞാൽ അഹമ്മദ് ജാഹുവിനും മൊത്തതോ ഫോളിനും ഇന്ത്യൻ പൗരത്വം കൊടുക്കേണ്ടി വരും എന്നുള്ളത് നമുക്കറിയാലോ. അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള 2 താരങ്ങളാണ് അവർ എന്നുള്ളത്. അങ്ങനെ പറയാനുള്ളൊരു ഫാക്ടർ ഇപ്പോൾ അദ്ദേഹം ഏത് ക്ലബ്ബിൽ പരിശീലിപ്പിച്ചാലും പ്രോമിനൻ്റ് ആയിട്ടുള്ള റോൾസിൽ കളിക്കുന്നത് വിദേശികളാണ്. അപ്പോൾ ഇന്ത്യൻ പ്ലേയേഴ്സിനെ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിൽ എത്രത്തോളം അദ്ദേഹം ഉയരും എന്നുള്ളൊരു ചോദ്യചിഹ്നമുണ്ട്. പിന്നെ നാഷണൽ ടീമിൻ്റെ ലെവലിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഇല്ല. ഇന്ത്യയിൽ ഇത്രയും പറഞ്ഞ പോലെ കുറച്ച് വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ പലരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോച്ച് കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫാക്ടർ അവിടെ നിൽക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹം ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോളിൻ്റെയൊക്കെ ഒരാളാണല്ലോ. അപ്പം ഇന്ത്യൻ പ്ലേയേഴ്സിനെ വെച്ച് നിലവിലെ സാഹചര്യത്തിൽ ബ്യൂട്ടിഫുൾ ഫുട്ബോളൊന്നും കളിക്കാൻ കഴിയില്ല. അത് സ്റ്റിമാച്ച് ഒക്കെ നോക്കി അതൊരു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതിയിലേക്ക് വരെ മാറിയിട്ടുള്ളത് നമ്മൾ പലവട്ടം സംസാരിച്ചതുമാണ്. സോ അത് ഒരു ഡൗട്ട്ഫുള്ളാണ്. പിന്നെ പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ 4 വിദേശികളായിട്ട് അദ്ദേഹം കളിപ്പിക്കുമ്പോൾ എങ്ങനെ ആകുമെന്നുള്ള സംശയങ്ങളൊക്കെ അദ്ദേഹം മാറ്റി തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴും അത് എങ്ങനെ തീരുമെന്നുള്ള നോക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാഷണൽ ടീമിലേക്കൊക്കെ വരുന്നൊരു സമയത്ത് ഈ പറഞ്ഞ ക്ലബ് ലെവലിലെ പോലത്തെ കുറേ നാൾ പ്രീ സീസണോ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് 10-20 മത്സരങ്ങളൊന്നും കിട്ടില്ല. ചിലപ്പം 2 ആഴ്ചയൊക്കെയുള്ള ഒരു ക്യാമ്പായിരിക്കും കിട്ടുക. അവിടുന്ന് റിസൾട്ട് ഉണ്ടാക്കണം. അവിടുന്ന് ടീം ഒരു ഒത്തൊരുമയോടുകൂടി കളിപ്പിക്കാൻ കഴിയണം. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത
മാച്ചൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഇനി പറയാനുള്ള 2 പേരുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധ്യത കൽപ്പിക്കുന്ന 2 പേരുകളാണ്. ഇനി ഞാൻ 4 പേരുടെയും കൂടെ പേര് പറയുന്നുണ്ട്. ഇതിൽ സാധ്യത കൽപ്പിക്കുന്നതും ഹയർ ചാൻസസ് ഉള്ളതെന്ന് വെച്ച് പറയാം. ആദ്യം സാധ്യത കൽപ്പിക്കുന്ന ഒന്ന് ഹബാസാണ്. ഹബാസ് എന്ന് പറയുമ്പം പലരുടെയും നെറ്റ് ചുളിയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹം ISL നമുക്കറിയാമല്ലോ സക്സസ്ഫുൾ ആണ്, ഇന്ത്യൻ ഫുട്ബോളിലൊക്കെ സക്സസ് ആണ്, 2014 തൊട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ പറ്റി തോന്നിയിട്ട് അദ്ദേഹം ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോളിലൊന്നും ആളല്ല എന്നുള്ളതാണ്. അദ്ദേഹം ഈ പറഞ്ഞൊരു ടെക്നിക്കലി ഇതില്ലാത്ത പ്ലേയേഴ്സിനെ ആണെങ്കിലും യൂട്ടിലൈസ് ചെയ്യുന്നൊരു പരിശീലകനായിട്ട് തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു സാധ്യത അങ്ങോട്ട് തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആണ്, സ്ലോപ്പിനെസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ എടുത്ത് ദൂരെ കളയും. സോ അങ്ങനത്തെ കാര്യത്തിലൊക്കെ പുള്ളി ഭയങ്കര ഒരു ഡിമാൻഡിങ് കൂടിയാണ് എന്നുള്ളതും ഒരു ഫാക്ടറാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ്, ഇപ്പോൾ ബൊളീവിയയെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കോപ്പ അമേരിക്കയിൽ പണ്ട് അവരെ റണ്ണേഴ്സപ്പ് ഒക്കെ ആക്കിയിട്ടുള്ള ഒരു ചരിത്രമൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ഹവാസ് എന്ന് പറയുന്നൊരു പേര് ഒരിക്കലും തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ ഒരു 10 വർഷത്തോളമായിട്ട് ഇന്ത്യയിലുള്ള ഒരു എക്സ്പീരിയൻസും അദ്ദേഹത്തിന് ഉണ്ട്. അടുത്തൊരു പേര് എന്ന് പറയുന്നത് ട്രെവർ മോർഗനാണ്. ട്രെവർ മോർഗൻ്റെ കാര്യം എടുക്കുമ്പോൾ ഈ പറഞ്ഞൊരു 6-7 വർഷം ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ ഈസ്റ്റ് ബംഗാൾ, KBFC, ടെമ്പോ അങ്ങനെയൊക്കെയുള്ള ക്ലബ്സിലൊക്കെയാണ് ഉള്ളത്. സോ ഇന്ത്യൻ പ്ലേയേഴ്സിനെയൊക്കെ കൃത്യമായിട്ടൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. സോ അദ്ദേഹം അതിനുവേണ്ടി അപ്ലൈ ചെയ്യുമെന്നുള്ളതൊക്കെ തന്നെയാണ് നിലവിൽ വരുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ നോക്കി കഴിഞ്ഞാൽ ഭൂട്ടാൻ നാഷണൽ ടീമിൻ്റെ കോച്ചായിട്ടൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ അദ്ദേഹം ഓസ്ട്രേലിയയിലാണുള്ളത് 4 വർഷമായിട്ട്. ആദ്യം ഓസ്ട്രേലിയ Under-23 Under-20 ഒക്കെ കോച്ചായിരുന്നു. സോ ഇദ്ദേഹമൊക്കെ ആണെങ്കിൽ ഒരു ഫെഡറേഷനൊക്കെ ആയിട്ട് ഒരു ഡീലിലൊക്കെ നല്ല രീതിയിലൊക്കെ പോകാനുള്ളൊരു വ്യക്തിത്വം കൂടിയാണ്. അപ്പം അതിനുള്ളൊരു സാധ്യതയും നമുക്ക് അങ്ങോട്ട് തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ വളരെ ദീർഘകാലത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു 10-30 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഹബാസിൻ്റെ കാര്യം എടുത്താലും സെയിം തന്നെയാണ്, ഒരു 10-30 വർഷങ്ങൾക്ക് മുകളിലുള്ളൊരു കോച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഹൈ ചാൻസസ് പറയുന്ന 2 പേരുകൾ, ഒന്ന് മനോല മാർക്കസ് റോക്ക എന്ന് പറയുന്ന നിലവിൽ FC ഗോവയുടെ പരിശീലകൻ. മുമ്പ് നമുക്കറിയാം ഹൈദരാബാദ് FCയിലായിരുന്നു, ഹൈദരാബാദിനോടൊപ്പം ട്രോഫിയൊക്കെ വിൻ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റൻഷൻ അറിയിച്ചിട്ടുള്ളതാണ് മുമ്പ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ. അതല്ല നാഷണൽ ടീം അല്ലെങ്കിൽ AFFനൊക്കെ താല്പര്യമുള്ളതായിട്ടുള്ള രൂപത്തിൽ മുമ്പ് വാർത്തകൾ വന്നിട്ടുള്ളതാണ്. സോ നമുക്ക് ആ ഒരു സാധ്യത വേണമെങ്കിൽ പറയാം. പിന്നെ അദ്ദേഹം ഇന്ത്യൻ പ്ലേയേഴ്സിനെയൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്കൊക്കെ ആ ഒരു കേപ്പബിലിറ്റി അങ്ങനെയുള്ളൊരു കോച്ച് കൂടിയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ആ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം ഏഷ്യയിലും ക്ലബ് ലെവലിലൊക്കെ എക്സ്പീരിയൻസ് ആണ്. ഒരു നല്ല കോച്ചിങ് എക്സ്പീരിയൻസ്, ദീർഘകാലത്തെ എക്സ്പീരിയൻസും പറയാനുണ്ട്. ഇപ്പോൾ അതിൽ ഇന്ത്യയിലെ ഒരു എക്സ്പീരിയൻസും. സോ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. അങ്ങനത്തെയൊക്കെയുള്ള ഫാക്ടേഴ്സ് ഉള്ളത് തീർച്ചയായിട്ടും അത് ഒരു എഡ്ജ് കൊടുക്കുന്ന ഒരു ഫാക്ടറായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്തത് ആഷ്ലി വെസ്റ്റ്വുഡ് ആണ്. പേഴ്സണലി ഞാൻ ആഷ്ലി വെസ്റ്റ്വുഡിനെയാണ് ഉറപ്പായിട്ടും ഒരു ഹെഡ് കോച്ച് എന്ന നിലയിൽ ആകാൻ ആഗ്രഹിക്കുന്നത്. സോ സ്റ്റിൽ അദ്ദേഹം 47 years old ആണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയിട്ടുള്ളൊരു നല്ല ധാരണയുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ് കരിയർ കൃത്യമായിട്ട് തുടങ്ങുന്നത് ഇന്ത്യയിലാണ്. ആദ്യം അദ്ദേഹം ഒരു പ്ലെയർ കോച്ച് എന്ന നിലയിലൊക്കെ വേറെ എവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും 2013-14 ആ സമയത്ത് BFCയുടെ ഒരു ഇൻസെപ്ഷൻ ആ ഒരു സമയത്ത് ആണ് കോച്ചിങ് രംഗത്ത് വരുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം തന്നെ ട്രോഫി എടുപ്പിക്കാനും I ലീഗ് എടുപ്പിക്കാനും പിന്നീട് 3 വർഷങ്ങൾ 3 ട്രോഫി, AFC കപ്പിൽ അദ്ദേഹം ഒരു ഇന്ത്യൻ 11 വെച്ച് കളിപ്പിച്ചത് ഓർമ്മയുണ്ട്. AFC കപ്പിൽ ആ വർഷം ആ ഒരു ഫൈനലിലെത്താൻ 2016 ഒരു പ്രധാനപ്പെട്ട ഫാക്ടറും ആഷ്ലി വെസ്റ്റ്വുഡ് ആയിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് വെച്ച് പോയിരുന്നെങ്കിലും ആ ഒരു ടീമിനെ മുന്നോട്ട് നയിച്ചതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന ഈ ഒരു പരിശീലനം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ സർക്കുലറിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ATKയിൽ വർക്ക് ചെയ്തിരുന്നു, പിന്നെ റൗണ്ട് ക്ലാസ് പഞ്ചാബിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഇപ്പം ചാനൽസിലൊക്കെ ആണെങ്കിലും ഒരു ഫുട്ബോൾ എക്സ്പേർട്ട് എന്ന നിലയിലൊക്കെ അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയൊക്കെ നല്ല ധാരണയുള്ള ഒരു പരിശീലകനാണ്. അത് പ്ലേയേഴ്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഉള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് നോക്കിയാലും അഫ്ഗാനിസ്ഥാനിൽ അദ്ദേഹം വർക്ക് ചെയ്ത് ഒരു വിധം സക്സസ് ആയിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ആദ്യം എത്തി കുറേ പ്ലേയേഴ്സൊക്കെ ഇല്ലാണ്ട് പ്രശ്നങ്ങൾ നേരിട്ടെങ്കിലും രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ ഒരു 4 പോയിൻറ്റ്സ് അതിലൊരു വിജയം ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ ഖത്തറിനെതിരെയുള്ള സമനില, കുവൈറ്റിനെതിരെ ജസ്റ്റ് ഡ്രോ എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ് ആണ് പിന്നെ ഒരു കുവൈറ്റ് ഒരു ഗോൾ അടിച്ച ഒരു മത്സരം നല്ല പ്രകടനം കാഴ്ചവെച്ചെങ്കിലും തോറ്റുപോയത്. എന്താണെങ്കിലും ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു നിലയും ഇപ്പം നമ്മുടെ ഇതുപോലെ തന്നെ സമാനമാണ്. പക്ഷേ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നൊരു ലെവൽ വരുമ്പോഴത്തേക്കും മേ ബി ഇന്ത്യ ചൂസ് ചെയ്യാം. കാരണം അദ്ദേഹത്തിന് ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയുള്ള ധാരണ, ബെറ്റർ പാക്കേജ്, അല്ലെങ്കിൽ കുറച്ചും കൂടി അവിടെ വർക്ക് ചെയ്യുന്നതിനേക്കാൾ സേഫ്, അവിടുത്തെ കണ്ടീഷൻ സിറ്റുവേഷൻസ് ഒക്കെ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യ വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു ഇത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ പ്ലേയേഴ്സിനെയൊക്കെ നന്നായിട്ട് അറിയാം, യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റിയും പിന്നെ ടാക്റ്റിക്കലി അത്യാവശ്യം മൂളയുള്ള ഒരാളൊക്കെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ ആ ഒരു മത്സരമൊക്കെ കണ്ട സമയത്ത് തോന്നിയിട്ടുള്ളത്. പിന്നെ ആ ഒരു പ്ലേയേഴ്സിനെ ഡിമാൻഡ് ചെയ്ത് കളിപ്പിക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട് എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ഇപ്പം ഒരു എതിര് പോലെയൊക്കെയാണല്ലോ ഈ വീഡിയോയിൽ പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ പ്ലേയേഴ്സിനെ കൊണ്ട് അത് എടുത്താൽ പൊന്താത്തതാണ് എന്നുള്ളൊരു ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇൻ ഫ്യൂച്ചർ നമുക്കതൊക്കെ മാറി മറിയുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. പക്ഷേ ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് എന്താണ് കഴിയുന്നത് അത് യൂസ് ചെയ്യുക. അല്ലാണ്ട് നമുക്ക്
റിസൾട്ട് നിലവിൽ റിസൾട്ട് അതാണ് ഇത്. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എങ്ങനെ കളിച്ചു എന്നതിനപ്പുറം നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പ്രോഗ്രസ് ചെയ്തോ എന്നുള്ളതാണ് ഒരു ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് പറ്റുന്നൊരു കോച്ച് അത് മനസ്സിലാക്കുന്നത്. ഇപ്പം ഒരു ഹൈ പ്രൊഫൈൽ കോച്ച് ഇതുപോലെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ സാഹചര്യങ്ങളിലോട്ടൊക്കെ അഡാപ്റ്റ് ആകാനും പ്ലേയേഴ്സിനെ മനസ്സിലാക്കാനും അവർ ചിലപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇവിടെ വർക്കൗട്ട് ആകാതിരിക്കാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. സോ അതാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ. സനിയ.